കുട്ടികളുണ്ടായാൽ അവർക്ക് പകർന്നു കൊടുക്കേണ്ട സ്നേഹവും വാത്സല്യവും നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. നീയും ഞാനും എന്ന മിഥ്യയിൽ നിന്ന് നമ്മൾ എന്ന സത്യത്തിൽ നമുക്കൊന്നായിട്ട് നിൽക്കാം. പ്രണയത്തിന് മാത്രം പ്രായമില്ല. അവസാന ശ്വാസം പോകും വരെ നമുക്ക് പ്രണയിച്ച് പ്രണയിച്ച് ജീവിക്കാം. സന്തോഷം നിറഞ്ഞ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ മാധുരി കയറി വന്നത് മനഃപൂർവ്വം അവൾ എന്നിൽ നിന്ന് നിങ്ങളെ പറിച്ചെടുത്തത്. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എല്ലാം സഹിച്ചു. എനിക്ക് എന്റെ ജീവിതം തന്നെ ഇല്ലാതായി. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് രണ്ടുപേരും കൂടി ഒരു പ്ലേറ്റ് കഴിച്ചാൽ മതി. അത് കൊള്ളാം. ഞാൻ ലേറ്റ് ആയല്ലേ? മാരാർ ഇടയ്ക്ക് തൂക്കുന്ന പോലെ ഇന്ന് കുട്ടിയുടെ കഴുത്തിൽ ക്യാമറ കണ്ടില്ലല്ലോ. അയ്യോ, മറന്നുപോയച്ചാ. എടുത്തോണ്ടട്ടെ? അയ്യോ പ്ലീസ്, ഉപദ്രവിക്കരുത്. വായിക്ക് രുചിയായിട്ട് ഈ ആഹാരം ഒന്ന് കഴിച്ചോട്ടെ. വെരി ഗുഡ്. ദേ, ഇങ്ങനെ വേണം ഭാര്യ ഭർത്താക്കന്മാരായ. ഭാര്യയ്ക്ക് ഉരുളി ഉരുട്ടി കൊടുക്കുന്നു. ദേ ഇരിക്കുന്നു എന്റെ രാമഭദ്രൻ ഭർത്താവ്. ഇന്നേ വരെ ഓരോരുള. അത്ര പൈങ്കിളിയല്ല. ഓ, പിന്നെ പരുന്തായിരിക്കും. നീ പിണങ്ങി നിൽക്കണോ? അതെ, പിണക്കം മാറണമെങ്കിലേ ഈ ചോറ് എനിക്ക് വാരിത്തരണം. അതിനെന്താ? വൃത്തിയോട് കാണിച്ചാൽ അടിച്ചു നിന്റെ പല്ല് ഞാൻ തറയിലിടും, പറഞ്ഞേക്കാം. ഇവളുടെ തോന്നിവാസമൊന്നും ഈ വീട്ടിൽ പറ്റില്ല. നീ എന്താടി ബുദ്ധിമാന്യം വന്നവളെ പോലെ ഇരിക്കുന്നേ? അയ്യോ അമ്മ, ദേ എന്റെ കയ്യിൽ അപ്പടി അഴുക്കാ, അതുകൊണ്ടാ വാരിത്തരാൻ പറഞ്ഞ്. നീ എന്താ പാടത്ത് ഞാറ് നടുകയായിരുന്നു? കയ്യിൽ അഴുക്കുണ്ടെങ്കിലേ അത് കഴുകാനാ അവിടെ വാഷ് ബേസിൻ. ഇത്തിരി ചോറ് വാരിത്തരാൻ പറഞ്ഞാണോ ഇത്രയും പ്രശ്നം? ദേവി, വേണ്ട, ജേട്ടൻ കഴിച്ചോ. അതിനുശേഷം ഞാൻ ഈ പ്ലേറ്റിൽ കഴിച്ചോളാം. നന്ദിനി എടുത്തി ഒന്ന് നിന്നേ. ദേ, ഞാൻ പറയുന്ന അല്പം സീരിയസ് ആയിട്ട് എടുക്കണം. എന്താ സാവിത്രി? ജയേട്ടനും മാധുരിയും ഒരേ കോളേജിൽ പഠിച്ചവരാ. കാര്യം എന്റെ നാത്തൂനൊക്കെയാ മാധുരി. പക്ഷേ അവളുടെ മനസ്സിൽ എന്തോ ഉണ്ട്. അവൾ ആളത്ര ശരിയല്ല. ഏട്ടത്തി ജയേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഭർത്താവിനെ അവിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല സാവിത്രി.
ജയറാമിനെ ഇത്രയ്ക്ക് വിശ്വസിച്ചത്. അതുകൊണ്ടല്ലേ എല്ലാം കൈവിട്ടു പോയത്. മാധുരി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്റെ ജീവിതത്തിന് തീ പിടിപ്പിക്കാനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സത്യം ഇവൾ അറിഞ്ഞാൽ എന്നോടുള്ള ഇവളുടെ ശത്രുത മാറും. പക്ഷെ അതെങ്ങനെ പറയും? മാധുരിയാണ് എൻ്റെ ജീവിതം തകർത്തതെന്നും എന്നിൽ നിന്ന് ജയറാമേട്ടനെ അകറ്റിയെടുത്തുകൊണ്ട് പോയത് അവളാണെന്നും മീനാക്ഷിയോട് പറഞ്ഞ അതവൾക്ക് സഹിക്കാൻ കഴിയില്ല. ഞാനങ്ങനെ പറഞ്ഞ അവൾ അവളുടെ സ്വന്തം അമ്മയെ വെറുക്കും. അത് പാടില്ല. മരിച്ചു പോയ ഒരാളെ വെറുക്കാൻ പാടില്ല. ദേവമ്മേ, അമ്മ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒന്നുമില്ല മോനെ. ഒന്നുമില്ല എന്ന് പറയുന്നത് വെറുതെ. അമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കരുത്. കഴിഞ്ഞതൊക്കെ അമ്മ മറക്കണം. എനിക്കങ്ങനെ ഇപ്പൊ ഒന്നും മറക്കാൻ പറ്റുന്നില്ല മോനെ. മറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എനിക്ക് ജയിലിലൊന്നും പോണം മോനെ. ജയറാമേട്ടനെ കാണാൻ വേണ്ടിയാ. പോവാലോ. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാടാക്കി തരാം. ദേവമ്മ വാ. വല്ലപ്പോഴും ഇതുപോലെ പ്രിയപ്പെട്ടവരെ കാണുമ്പോഴാ ഒരാശ്വാസം. നിമിഷ നേരത്തേക്കുള്ള മനസ്സിന്റെ ഒരു സന്തോഷം. അല്ലാത്തപ്പോ ഈ അഴികൾക്കുള്ളിൽ കിടന്ന് ഒരുക്കി ഒരു ജീവിതം. നല്ലതും ചീത്തയുമായ ഓർമ്മകൾ. അച്ഛൻ എന്നോട് കാണാൻ വന്നിരുന്നു. ആണയിട്ട് ഞാൻ പറഞ്ഞു, മാധുരിയെ കൊന്നത് ഞാനല്ല എന്ന്. അച്ഛൻ വിശ്വസിച്ചില്ല. വിശ്വസിക്കുകയില്ലല്ലോ. ഞാൻ എല്ലാവരോടും ചെയ്തത് നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ. കേസിന്റെ കാര്യത്തിന് ഞാനൊരു അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് സീതാറാം. അദ്ദേഹം ഇവിടെ കാണാൻ വരും. വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കണം. എന്റെ നല്ല ഓർമ്മകളിൽ മാത്രമാണ് ദേവിയുള്ളത്. വേദനിക്കുമ്പോ, ഹൃദയം നുറുങ്ങുമ്പോ എനിക്ക് ഓർക്കാൻ അതൊക്കെ മാത്രമേ ഉള്ളൂ. ഞാനൊന്നും ഓർക്കാറില്ല. എന്റെ ഓർമ്മകളൊക്കെ എന്നെ മരിച്ചുപോയി. അതുകൊണ്ട് അതൊക്കെ വിട്ടേക്ക്. മീനാക്ഷി എങ്ങനെ ഇപ്പോഴും ദേവിയുടെ ശത്രുത തന്നെയാണോ? അതെങ്ങനെ മാറാനാ? ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയില്ലേ? മാധുരി മരിക്കാൻ കാരണക്കാരി ഞാനാണെന്ന് തന്നെയാ അവള് വിശ്വസിച്ചിരിക്കുന്നത്. ധാരണകളെ തിരുത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാനതിന് തുനിഞ്ഞാൽ മാധുരി പ്രതിസ്ഥാനത്ത് വരുമല്ലോ. ജീവിച്ചിരിപ്പില്ലാത്ത അവളുടെ അമ്മയെ കുറ്റക്കാരിയാക്കാൻ എനിക്കെന്തോ മനസ്സ് വന്നില്ല. എന്നോടുള്ള പ്രതികാരം കൊണ്ട് അവള് ചെമ്പകമംഗലത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്.
മീനാക്ഷിക്ക് കിട്ടിയിരിക്കുന്നത് മാധുരിയുടെ സ്വഭാവം. എന്തിനും ഏതിനും കാര്യമില്ലാതെ എടുത്തു ചാടും. അവളുടെ ആ സ്വഭാവം മാറണം. അത് നീ മാറ്റിയെടുക്കണം. നിനക്കതിന് കഴിയും. നിനക്ക് മാത്രമേ അതിന് കഴിയൂ. അല്ലെങ്കിൽ അവൾ നിന്നെ ഇനിയും വേദനിപ്പിക്കും. അവൾ അവിടെ നിൽക്കുന്ന കാലം അത്രയും ആ വേദന നീ ഏറ്റുവാങ്ങേണ്ടി വരും. നീ ഒത്തിരി സഹിക്കേണ്ടി വരും ദേവി. സഹിക്കാൻ എന്നെ ഞാൻ ശീലിച്ചു കഴിഞ്ഞു. കല്ല് പോലെ ആയിരിക്കുന്നു മനസ്സ്. അതുകൊണ്ട് അതൊന്നും പുതിയ കാര്യമല്ല. സാരമില്ല. നീ കരഞ്ഞത് അത്രയും ഞാൻ ഒരാൾ കാരണം. എനിക്കതിന് മാപ്പില്ല. നിന്നോട് മാപ്പ് ചോദിക്കാൻ ഞാൻ അർഹനുമല്ല. നീ സഹിച്ച വേദനകൾക്ക് പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. തെറ്റുകളുടെ ഒരു കുമ്പാരമായ ഒരു മനുഷ്യന്റെ കുമ്പസാരമായിട്ട് ഇത് കരുതിയാൽ മതി. മാപ്പ്. ഹലോ. ഹലോ, കെ പി ശർമ്മ എന്ന് പറയുന്ന ആളല്ലേ ഈ പൂജകളൊക്കെ ചെയ്യുന്ന? അതെ, കെ പി ശർമ്മ പൂജാരിയാണ്. ക്ഷേത്രത്തിലെ ഒരു നോട്ടീസിൽ നിന്നാ എനിക്ക് പൂജാരിയുടെ നമ്പർ കിട്ടിയത്. എങ്ങനെയായാലും നമ്പർ കിട്ടിയല്ലോ, കാര്യം പറയൂ. കഴിഞ്ഞ മാർച്ച് 8-ന് എൻ്റെ അമ്മ മരിച്ചു. ഓ. ബാക്കിയുള്ള പൂജകളൊക്കെ ചെയ്യണം. അതിന് എത്ര രൂപയാവുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അമ്മയുടെ നാള് പറയൂ, നക്ഷത്രം. അത് അമ്മയുടെ നാള് മകോ. വസുപഞ്ചക ദോഷമുണ്ട്. വാസുവും രാമകൃഷ്ണനൊന്നും അല്ല, വസുപഞ്ചക ദോഷം. ഈ സമയത്ത് മരിക്കുന്നവരുടെ വീട്ടിൽ വളരെ വൈകാതെ 5 മരണം നടക്കുമെന്ന കണക്ക്. കർമ്മങ്ങൾ നടത്തണം. അതിന് 20,000 രൂപ വരും. ആ. കഴിഞ്ഞ തവണ കർമ്മം നടത്താൻ കുറേയേറെ രൂപ ചെലവായി. ഒന്നും നടന്നതുമില്ല. ഇത്തവണ കർമ്മം നടത്താനുള്ള കാശിന് എന്തെങ്കിലും വഴി കണ്ടെത്തണം. നീ എവിടെ പോയതായിരുന്നു? അത് എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. അമ്മയോട് പറയാനാവാത്ത എന്ത് കാര്യങ്ങളിരിക്കുന്നു എനിക്ക്. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ നീ എവിടെ പോയതാണെന്ന്. അത് ഞാൻ ജയിലിൽ പോയിരുന്നു. ജയിലിലോ? എന്തിന്? മീനാക്ഷിയുടെ അച്ഛൻ ജയിലിലല്ലേ, അദ്ദേഹത്തെ കാണാൻ പോയതാ. അതെന്ത് കാര്യത്തിനാ? അയാളെയൊക്കെ കണ്ടു നടക്കേണ്ട കാര്യം നിനക്കെന്താ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ നീ എന്തിനാ പോകുന്നേ? അമ്മ, മകൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് അയാളും അറിയണ്ടേ? നീ കരഞ്ഞത് അത്രയും ഞാൻ ഒരാൾ കാരണം.
നിന്നോട് മാപ്പ് ചോദിക്കാൻ ഞാൻ അർഹനുമല്ല. നീ സഹിച്ച വേദനകൾക്ക് പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. തെറ്റുകളുടെ ഒരു കൂമ്പാരമായ ഒരു മനുഷ്യന്റെ കുംഭസാരമായിട്ട് ഇത് കരുതിയാൽ മതി. മാപ്പ്. ദൈവമേ, ജയറാമങ്ങളിനെ കാണാൻ ജയിലിൽ ഒരു തടസ്സവും നേരിട്ടില്ലല്ലോ? ഇല്ല, മോൻ വിളിച്ച് പറഞ്ഞിരുന്നെന്ന് അവര് പറഞ്ഞു. അങ്കിളിനെ കാണാൻ പോയ കാര്യം ഒരു കാരണവശാലും മുത്തശ്ശനോട് പറയരുത്. ഇല്ല, പറയില്ല. ജയിലിലെ കാര്യങ്ങളും മറ്റും അറിഞ്ഞാൽ മുത്തശ്ശൻ വല്ലാതെ വേദനിക്കും. എനിക്കറിയാം മോനെ, ഞാൻ പറയില്ല. പിന്നെ ജയറാമങ്ങളുടെ കേസിന്റെ കാര്യവും മറ്റും. അതിന് ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ജയിലിൽ ചെന്ന് വക്കാലത്തൊപ്പിട്ട് വാങ്ങിച്ചോളൂ. ശരിയമ്മേ. ഏയ്, പിന്നെന്തിനാ നീ അത് മറച്ചു പിടിച്ചിരിക്കുന്നത്? ഇതെന്റെ സ്വകാര്യങ്ങളിൽ പെട്ടതാ. ഇതൊന്നും നിങ്ങൾ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. അതെന്താ അവളുടെ കയ്യില്? അതെ, നീ പുറത്തുനിന്ന് എന്തോ കൊണ്ടുവന്നല്ലോ. എന്താ അത്? ഞാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ദേ, നുണ പറയരുത്. നീ ഒരു കവറിൽ എന്തോ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഞാൻ കണ്ടതാ. എനിക്കിതിനകത്ത് ഒരു സ്വാതന്ത്ര്യമില്ലേ. സ്വാതന്ത്ര്യത്തിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ പറയാം. നീ ആദ്യം കൊണ്ടുവന്ന സാധനം ഇങ്ങോട്ട് എടുക്ക, ഞാനൊന്ന് കാണട്ടെ. അത് കാണിക്കാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ? സൗകര്യം ഉണ്ടാകണം. എനിക്കത് കണ്ടേ പറ്റൂ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, നീ ആരാണെന്നുള്ള സത്യം ഇവിടെ പറയരുതെന്ന്. നമ്മൾ തമ്മിലുള്ള പല ഉടമ്പടികളും നീ തെറ്റിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ശരിയല്ല. ഊണ് കഴിക്കാൻ വിളിക്കണു. വാ ദേമ്മേ. ഇതെന്താ ദേമ്മേ? ഇതാരുടെ ഫോട്ടോയാ? അത് പിടിച്ചോ. വാ ദേമ്മേ. വാ മോളെ.
തന്ന വളകളാ ആ മീനാക്ഷി വാങ്ങിച്ചത്. എൻ്റെ കയ്യിൽ ഇനി അത് കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ദേവമ്മ സാരി മറിച്ചിട്ട് കൈകൾ മൂടിയിരിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി.